സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. സമാധാനത്തോടുകൂടി റോഡിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. റോഡിലെന്ന് മാത്രമല്ല, എന്തിന് വീട്ടുമുറ്റത്തേക്കോ വീട്ടിൽ കയറിപ്പോലും ആക്രമണം നടത്തുകയാണ് തെരുവുനായ്ക്കൾ. തെരുവുനായ്ക്കൾ വാഴുന്ന നാട്ടിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പലതും വലിയ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത ചില സംഭവങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കിയാൽ, കാസർഗോഡ് ബോവിക്കാനത്ത് തെരുവുനായ ആക്രമണം അതിരൂക്ഷമാണ്. 10ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. ബോവിക്കാനം ടൗണിലും പരിസര പ്രദേശങ്ങളുമായി നിരവധി പേരെ കടിച്ച നായ 2 ദിവസമായി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇനിയും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ പേർക്ക് കടിയേൽക്കുമെന്ന ആശങ്കയിലാണ് അവിടുത്തെ നാട്ടുകാർ. കറുപ്പ് നിറത്തിലുള്ള ഒരു നായയാണ് എല്ലാവരെയും കടിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ മുണ്ടക്കൈ മുല്ലച്ചേരിക്കടുത്തെ ഓട്ടോ ഡ്രൈവർ എ പ്രസാദിനെ കടിച്ചതോടെയാണ് ഈ നായയുടെ ഈ രീതിയിലുള്ള ഭീതി പരത്തിയുള്ള യാത്രയ്ക്ക് തുടക്കമാകുന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഓടിയെത്തിയ നായ പ്രസാദിനെ ആക്രമിക്കുന്നത്. പിന്നീട് വൈകിട്ട് മുണ്ടക്കൈ ആൾനടുക്കത്തെ റംലയെയും നായ കടിച്ചു. കുട്ടിയെ അങ്കണവാടിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വീടിന്റെ അടുത്ത് വെച്ചാണ് നായ കടിച്ചത്. ഇന്നലെ രാവിലെ ബോവിക്കാനം ടൗണിലെത്തിയ നായ ബോവിക്കാനത്തെ CH മുഹമ്മദ് കുട്ടിയെ കടിച്ചു. വീട്ടുമുറ്റത്തായിരുന്നു സംഭവം. അതിനുശേഷം റേഷൻ കടയുടെ സമീപത്ത് പലചരക്ക് കട നടത്തുന്ന കൊടവഞ്ചിയിലെ അച്യുതനെ കടയിൽ കയറി ആക്രമിച്ചു. അങ്ങനെ ഏതാണ്ട് 10ഓളം പേരെ ഈ കറുത്ത നായ ആക്രമിക്കുകയാണ്. ഇന്ന് ഒരു സ്ത്രീയുടെ മുഖത്ത് കടിയേറ്റു. ഇതേ നായയുടെ കടിയാണ് ഏറ്റത്. ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എത്രമാത്രം ഭീതിതമാണ് ഇതിൻ്റെ ആക്രമണം എന്നത് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീ നിസ്സഹായയായി നിൽക്കുന്നു. ആ നായ പാഞ്ഞടുത്ത്, അതും മുഖത്തേക്ക് വരെ ചാടി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രമാത്രം ഭീതിതമാണ് അവസ്ഥയെന്ന്. പേ പിടിച്ച നായ്ക്കൾ കടിച്ചാൽ കൈയുടെ വെള്ളഭാഗം, മുഖം, ചെവി, കണ്ണ് തുടങ്ങിയ ഇടങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ വാക്സിനേഷൻ എടുത്താൽ പോലും ഒരു പക്ഷേ വാക്സിൻ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നായ താഴെ നിന്ന് ചാടി മുഖം ലക്ഷ്യമാക്കിയാണ് അവരെ കടിക്കാൻ ഒരുങ്ങുന്നത്. പലയിടത്തും ഇപ്പോൾ തെരുവുനായ ശല്യമുണ്ടാകുന്ന, ആക്രമണം ഉണ്ടാകുന്ന ഇടങ്ങളിൽ മനുഷ്യരുടെ മുഖത്തും കഴുത്തിലും കണ്ണിലും വരെയൊക്കെ കടിയേൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അത്രമാത്രം ഭീതിതമായി മാറിയിരിക്കുകയാണ് തെരുവുനായ ആക്രമണം. സമാനമായ നിലയിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്നും തെരുവുനായ ആക്രമണത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മുക്കത്തും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. ലോട്ടറി വിൽപ്പനക്കാരനാണ് നായയുടെ കടിയേറ്റത്. കച്ചേരി സ്വദേശി പെരിങ്ങാട്ട് രവിക്കാണ് പരിക്കേറ്റത്. അസുഖബാധിതനായ രവി മുക്കം ഹെൽത്ത് സെന്ററിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു നായയുടെ ആക്രമണമുണ്ടായത്. അപ്പോൾ വയ്യാത്തൊരു മനുഷ്യന് ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയാൽ അതിനു പോലും പറ്റാത്ത അവസ്ഥയാണ്. തെരുവുനായയുടെ ആക്രമണം കൂടിയേറ്റ് ഇനി അതിനുകൂടി ചികിത്സ എടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ തെരുവുനായ ആക്രമണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് അവിടെ തെരുവുനായയുടെ കടിയേറ്റത്. ആളുകളെ കടിച്ച നായയെ പിടികൂടാൻ അവിടെയും ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും കടിക്കുന്ന നായകളെ, ഇത്രയും അക്രമാസക്തരായ നായകളെ പിടിക്കാൻ പോലും കഴിയുന്നില്ല. അതിങ്ങനെ നടന്ന് മറ്റുള്ളവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീതിതമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അത് ഇന്നലെയും തുടങ്ങിയതല്ല, നിരന്തരമായി നമ്മൾ ഈ രീതിയിൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗാണ് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്ന ദൃശ്യങ്ങളൊക്കെയും ആ രീതിയിൽ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. പുറത്തു വരുന്ന കണക്കുകളും എത്രമാത്രം ഭയപ്പെടുന്നതാണ് എന്ന് നമ്മൾ കണ്ടത്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതീവ ഗുരുതര അവസ്ഥയിലാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് സർക്കാർ തന്നെ പുറത്തുവിട്ടപ്പോൾ ഏതാണ്ട് 2021 മുതൽ 2025 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ 15,02,737 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയത്. സർക്കാർ കണക്കുകളിൽ വന്നിട്ടുള്ളതാണ്.
ഈ കാലയളവിൽ പേ വിഷബാധയേറ്റ് 122 പേർക്ക് ജീവൻ നഷ്ടമായതായും സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 2021 മുതൽ 25 വരെയുള്ള കണക്കുകളാണ് ഈ പറയുന്നത്. ഓരോ വർഷവും കടിയേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. 2021 2,21,379 പേർക്കാണ് സംസ്ഥാനത്ത് കടിയേറ്റതെങ്കിൽ 2025 അത് 3,69,272 ഉയരുകയാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് കടിയേറ്റത്, 58,108 പേർക്ക്. സമാനമായി 2021 11 മരണസംഖ്യ 2025 33 വർദ്ധിക്കുകയും ചെയ്തു. 2025 ആലപ്പുഴയിലും കൊല്ലത്തും 5 പേർ പേവിഷബാധയേറ്റ് മരിച്ചു. അപ്പോൾ ഈ കണക്കുകളൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ കടിയേൽക്കുന്നു എന്നതിൻ്റെ കണക്കുകൾ നമ്മൾ കണ്ടല്ലോ. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണം വേട്ടമുക്കിൽ ഉണ്ടായി. അവിടെ വീടിനടുത്തുള്ള കടയിൽ പോകാനിറങ്ങിയ ഒരു വയോധികന്റെ കൺപോളയും ചുണ്ടും നായ കടിച്ചു പറിച്ചതിൻ്റെ വലിയ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. വേട്ടമുക്ക് കട്ടച്ചൽ റോഡ് KRWS ചന്ദ്രൻ എന്ന വ്യക്തിയെയാണ് നായ കടിച്ചത്. 69 വയസ്സുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് വലിയ രീതിയിൽ ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വന്നു. വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് അദ്ദേഹത്തെ ഈ നായ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. നായ കുരച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ റോഡിലേക്ക് വീണ അദ്ദേഹത്തെ റോഡിൽ ഇട്ട് കടിച്ചു കീറി. കൺപോളയിലാണ് ആദ്യം കടിച്ചത്. പട്ടിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ മൂക്കിലും കടിച്ചു. അങ്ങനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് പിന്നെ നായയെ ആട്ടി ഓടിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചത്. തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ആശുപത്രികൾ, ബീച്ചുകൾ, സ്കൂൾ പരിസരങ്ങൾ ഉൾപ്പെടെ നായകളുടെ കേന്ദ്രങ്ങളാണ്. ഈ കാഴ്ചകൾ തന്നെയാണ് സംസ്ഥാനത്ത് ഓരോ ഇടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഇരുചക്ര യാത്രക്കാരും ഉൾപ്പെടെ ഭയത്തോടെ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തെരുവുനായ ശല്യം തടയാൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. വന്ധ്യംകരണ പദ്ധതി പാളിയിട്ടുണ്ട്. ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തുന്നത് സ്ഥിരമാകുന്നു. അത് സ്ഥിതി വഷളാക്കുന്ന സാഹചര്യവുമൊക്കെ ഉടലെടുത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോഴൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അത് വാർത്തയാകും. പക്ഷേ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ആവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. തെരുവുനായ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നത് കഴിഞ്ഞ മാസമാണ്. മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന നായകളെ കൊല്ലാൻ സുപ്രീം കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അൻജാരിയ എന്നിവരാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന തെരുവുനായകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. തെരുവുനായയെ കൊല്ലാൻ അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കുന്ന മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ സംരക്ഷണം നൽകാനൊക്കെയുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നത് കോടതി ചൂണ്ടിക്കാട്ടി. ഈ നടപടിയിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ കേസുകൾ എടുക്കാനും കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ABC ചട്ടങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ എല്ലാ ഹൈക്കോടതികളും പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി അന്ന് നൽകിയത്. മൃഗസ്നേഹികളും ക്ഷേമ ഗ്രൂപ്പുകളും സമർപ്പിച്ച ഹർജികളൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി വളരെ നിർണായകമായ ഈ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനം ABC ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാകില്ല എന്നതാണ് കോടതി പറഞ്ഞിരുന്നത്. ഈ നടപടികൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് കോടതി പറയുന്നു. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ABC സെന്റർ വേണമെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉറപ്പാക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റേതാണ് ഓരോ ഇടങ്ങളിലും ഈ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നായകളുടെ ആക്രമണത്തെ ഭയക്കാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടെയുള്ള ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാസം സുപ്രീം കോടതി ആ വിധി പുറപ്പെടുവിച്ചത്. സുപ്രധാന വിധിയിൽ കോടതി അത്രമാത്രം ഗൗരവം അതിന് നൽകിയിരുന്നു. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കടുത്ത വീഴ്ച വരുത്തിയതായും കോടതി നിരീക്ഷിച്ചു. ആ വീഴ്ച മറികടക്കാൻ ഒരു ശ്രമവും നടക്കുന്നില്ല എന്നതാണ് നമ്മുടെ നിരത്തുകളിൽ ദിവസവും കടിയേറ്റ് വീഴുന്നവരുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെ ഗൗരവമായി തന്നെ കാണണം, നടപടി ഉണ്ടാകണം, ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓരോ ദിവസവും ഈ ആക്രമണങ്ങൾ
വരുമ്പോൾ അത്ര പേരാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. അതിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.